നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഹരി. നമസ്കാരം. നമ്മൾ റഷ്യയിൽ നിന്നുമാണ് കൃത്യമായിട്ട് ഇന്ധനം വാങ്ങുന്നത്. എണ്ണയും പിന്നെ പ്രകൃതിവാതകവും. ഇന്ത്യ സംസ്കരിച്ച് റഷ്യക്ക് കൊടുക്കുന്നുണ്ട്, അയൽ രാജ്യങ്ങൾക്ക് ഒരു സഹായ നിരക്കിൽ കൊടുക്കുന്നുണ്ട്, ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ റഷ്യയിൽ നിന്ന് ഏതൊക്കെ രാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നോ അവർക്കൊക്കെ ട്രംപിൻ്റെ വക 100% താരിഫ് അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങോട്ട് ഇന്ത്യക്കൊരു വിളി വരുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അങ്ങോട്ട് JD വാൻസിൻ്റെ രണ്ടാമത്തെ കുട്ടി ജനിച്ചതിന് ആശംസകൾ പറയുന്നു. ഇതെല്ലാം ഒരു ട്രിക്കി വഴിയിലൂടെ പോകുന്നത് പോലെ. ശരിക്കും ഈ ഇന്ത്യ അല്ല, ഈ 100% താരിഫ് തലയിലെടുത്ത് വയ്ക്കപ്പെട്ട രാജ്യങ്ങളാണ് അങ്ങോട്ട് കരഞ്ഞു വിളിച്ച് അയ്യോ ഒന്നും ചെയ്യരുതെന്ന്. പക്ഷേ ഇത് ഇങ്ങോട്ടാണ് കോൾ വരുന്നത് അല്ലേ. ആശംസ അങ്ങോട്ടാണ്. അപ്പോൾ അതിനിടയ്ക്ക് എന്തൊക്കെയോ ഒരു കടുപ്പിച്ച് ചില തീരുമാനങ്ങൾ, ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2-3 കാര്യങ്ങൾ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഭാരതവും അമേരിക്കയുമായിട്ട്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ FCRA കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും. FCRAയിൽ അമേരിക്ക പറഞ്ഞ അതേ ഡയലോഗാണ് ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷവും ഏറ്റുപാടുന്നത്. FCRA ഒരു കാരണവശാലും വരാൻ പാടില്ല എന്ന് ക്രിസ്ത്യൻ സംഘടനകൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് അമേരിക്കയും അതോടൊപ്പം തന്നെ കോൺഗ്രസ്, ഇന്ത്യ മുന്നണിയിലെ മറ്റ് സംഘങ്ങളും കൊണ്ടുവരാൻ പാടില്ല എന്ന് പൂർണ്ണമായിട്ടും അത് ഇല്ലാതാക്കണമെന്ന് പറഞ്ഞത് 2 പേര്. പക്ഷേ പിന്നീട് അമേരിക്ക വാക്കുമാറ്റി. അമേരിക്കയ്ക്ക് മനസ്സിലായി ഇത് വലിയ പ്രശ്നമാണെന്ന്. അതിനുശേഷം പിന്നെ വിളിയാണ് പല രീതിയിൽ കൂടെ. മാർക്കോ റൂബിയോ ആദ്യം തിരുത്തി പറഞ്ഞു. പിന്നെ അതിനുശേഷം മാർക്കോ റൂബിയാണ് ഇത് നേരിട്ട് ദുഃഖം അനുഭവിച്ചത്. കാരണം ഇവിടെ വന്നപ്പോൾ ആരും മൈൻഡാക്കുന്നില്ല. പലരുടെയും കാല് പിടിച്ചതിന് ശേഷമാണ് ഇവിടെ വന്ന് ഇന്ത്യയുമായിട്ടൊരു ബയലാറ്ററൽ എഗ്രിമെൻറ്റുകളിൽ ഏർപ്പെടാൻ തന്നെ പറ്റിയത്. കാരണം ഇന്ത്യയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇന്ത്യക്ക് ഇപ്പോൾ അമേരിക്ക കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ പലരെ പറയും സ്ട്രാറ്റജിക് ഇൻഡിസ്പെൻസിബിൾ പാർട്ട്ണറായിട്ട് ഇന്ത്യ വേണം എന്നൊക്കെ പറയും. അതൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രമാണ്. ഞങ്ങളൊരു സ്റ്റാൻഡുണ്ട്, അത് ഞങ്ങൾ പറയും, ആ രീതിയിലേ ഞങ്ങൾ പോകൂ എന്ന് മോദിയും അതോടൊപ്പം തന്നെ അമിത്ഷായും ഭരണ നേതൃത്വവും ഒക്കെ അമേരിക്കയോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഭ്രാന്തി കയറുമ്പോൾ എന്തെങ്കിലും അങ്ങ് പറയും. പിന്നെ അതിനുശേഷം പിന്നീട് വിളിയായി. ഇപ്പോൾ അത് JD വാൻസ് വിളിച്ചിരിക്കുന്നതും പുറമേ നമ്മൾ അറിയുന്നത് മറ്റു പല കാര്യങ്ങളും ആണെങ്കിലും നേരിട്ട് ഭാരതവുമായിട്ട് സംസാരിക്കാനുണ്ടത് ഈ റഷ്യയുടെ കാര്യത്തിൽ അമേരിക്ക എടുത്ത നിലപാടും അതോടൊപ്പം തന്നെ FCRA നിലപാടും. ഈ രണ്ടും അവർ പിൻവലിച്ചു. ഇന്ത്യ ഇടപെടരുതെന്ന് വളരെ ശക്തമായ താക്കീത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വിദേശകാര്യ വക്താവായ രൺധീർ സിംഗ് ജയ്സ്വാൾ കൃത്യമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളെ വിഷയങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിരോധം ഞങ്ങൾ തീർക്കും എന്ന്. ഭാരതത്തിൻ്റെ ഒരു ആഭ്യന്തര കാര്യത്തിൽ ഒരു രാജ്യവും ഇടപെടണ്ട എന്നുള്ളതാണ്. ഭാരതം ബയലാറ്ററൽ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളും ആ രാജ്യം, ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള വിഷയമാണെങ്കിൽ അതൊരു ബയലാറ്ററൽ ഇഷ്യൂ ആണ്, അമേരിക്ക ഇടപെടേണ്ട കാര്യമില്ല. അത് കൃത്യമായിട്ട് പറയാൻ ഇന്ത്യയുടെ ഭരണ നേതൃത്വത്തിന് ഇന്ന് ശേഷിയുണ്ട്. അല്ലാതെ മുമ്പ് നമ്മളെ ജവാന്മാരെ വെട്ടിവിടുമ്പോഴത്തേക്കും അത് ഞങ്ങൾ അതിന് വിധിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ബോർഡർ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ചൈന ഞങ്ങളെ ആക്രമിക്കും, അതുകൊണ്ട് ബോർഡർ റോഡ് നിർമ്മിക്കാൻ പാടില്ല, ചൈന എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പഴയ രാഷ്ട്രീയ നേതൃത്വമല്ല ഭാരതത്തിൻ്റേതായ വളരെ കൃത്യമായ സ്റ്റാൻഡേർഡ്. ഞങ്ങൾക്ക് മറ്റേ ഇതിലേക്ക് പറയും പോലെ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് ചെന്ന് ആരെയും ചൊറിയാറില്ല, ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ അങ്ങോട്ട് കയറി മാന്താനുള്ള ശേഷി ഇന്ന് ഭാരതത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ, കാരണം അത്രയധികം ജനസംഖ്യയുള്ള രാജ്യമാണ്, വലിയൊരു മാർക്കറ്റാണ്, സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് കയറ്റുമതി ചെയ്യാൻ മറ്റ് രാജ്യങ്ങളിലൊക്കെ കയറ്റുമതി ചെയ്തുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു ശേഷിയും കഴിവും ഭാരതത്തിനുണ്ട്. ഇൻഡയറക്ട്ലി അമേരിക്കയിലേക്ക് സാധനം എത്തിക്കുവാനും ഭാരതത്തിന് കഴിയും. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം ഭാരതത്തിനില്ല. ഭാരതത്തിനെ കൊണ്ടാണ് അവർക്ക് ആവശ്യം, ഭാരതത്തിന് അവരുടെ ആവശ്യം ഇല്ല. തീർച്ചയായിട്ടും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അതെ, വളരെ എല്ലാ കാര്യത്തിലും നമ്മൾ സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ്. ശരിക്കും ഈ വാൻസ് വിളിച്ച് സംസാരിച്ചത് എന്താകും? FCRA തന്നെയാണോ അതോ? അല്ല, ഇപ്പോൾ പശ്ചിമേഷ്യൻ പ്രശ്നം നടക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രശ്നം അമേരിക്കയുടെ കയ്യിൽ നിൽക്കുന്നില്ല. അതാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്തതെന്നാണ് മോദി എക്സിൽ കുറിച്ചത്. തീർച്ചയായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ടാകും. ഈ പശ്ചിമേഷ്യൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാട് എന്താണ്? കാരണം ഇന്ത്യ പാകിസ്ഥാനെ പോലെ അവിടെ ചെന്ന് അങ്ങോട്ട് നിന്നൊരു ബ്രോക്കർ രാജ്യമല്ലല്ലോ. അമേരിക്ക നേരെ ട്രംപ് വിളിച്ച് പറഞ്ഞിട്ട് നമ്മുടെ പാകിസ്ഥാനോട് പറയുകയാണ്, അതാ അവിടെ പോയി ചെന്ന് ഒരു കാര്യം ഒന്ന് നോക്കിയിട്ട് വരൂ, ആ വസ്തു ഒന്ന് നോക്കിയിട്ട് വരൂ എന്നൊക്കെ ചില ബ്രോക്കർമാരോട് പറയുന്നത് പോലെ ഭാരതത്തിനോടത് പറയാൻ പറ്റില്ല. ഭാരതത്തിനൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഭാരതം എന്ന രാഷ്ട്രത്തിൻ്റേതായ ഒരു വ്യക്തിത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഭാരതത്തിനോട് സംസാരിച്ചിട്ടുണ്ടാകും. അതിൽ ആ വിഷയത്തിൽ എന്താണ് ഭാരതത്തിൻ്റെ നിലപാട് എന്നുള്ളതിനെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. കാരണം ഭാരതത്തിന് അവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇപ്പോൾ ചബഹാർ പോർട്ടുമായി ബന്ധപ്പെട്ട്. അതുമാത്രമല്ല, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോറുമായി ബന്ധപ്പെട്ട് ഭാരതം അതിൻ്റെ ഒരു ലോകം മൊത്തം എത്തിച്ചേരുന്ന ഒരു നെറ്റ്വർക്കിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ കാര്യങ്ങളിലൊക്കെയും ഈ യുദ്ധം ഒരു തടസ്സം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഹോർമൂസിൽ ഇവർ കാണിക്കുന്ന ഒരു സ്വീകരിക്കുന്ന നിലപാടിനോട് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട്. അത് ലോകത്തിലെ ഒരു അനിശ്ചിതത്വത്തിന് കാരണമാകുന്നുണ്ട്. ഒരു ആൾട്ടർനേറ്റീവ് പാത്വേയെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് വ്യാപകമായിട്ട് പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാകും. ഇപ്പോൾ പനാമ കടലിടുക്കിൽ, പനാമ കനാലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചൈന അവിടെ വലിയൊരു ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, പനാമയിൽ ചൈന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ആ ഭാഗം ചൈന ഏതെങ്കിലും രീതിയിൽ വയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് യുഎസിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. എങ്കിൽ മറ്റൊരു ഏരിയയിൽ കൂടെ വരുന്ന കാര്യത്തിനെയും ഇത് സാരമായ രീതിയിൽ ബാധിക്കും. അത് യു എസ് എതിർത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ പലതും സംസാരിച്ചിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും പ്രധാനം ഭാരതവുമായി നേരിട്ട് ബന്ധമുള്ള വിഷയമാണ് ഈ FCRA വിഷയവും. അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലുള്ള മറ്റ് വിഷയങ്ങളും ഈ കാര്യങ്ങളായിരിക്കാം പ്രധാനമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ടാവുക. കാരണം ഭാരതത്തിൻ്റെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതും അതോടൊപ്പം തന്നെ FCRA വിഷയം തീർച്ചയായിട്ടും ചർച്ച ചെയ്യാതെ പോകില്ല. കാരണം വളരെ റീസെൻ്റ്ലി ഉണ്ടായ ഒരു സംഭവം തന്നെ. ഭാരതം അതിൻ്റെ വളരെ കൃത്യമായി, വളരെ കണ്ണിങ് ആയിട്ടുള്ള റിപ്ലൈ അമേരിക്കയ്ക്ക് നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഇനി അത് നിവർത്താൻ പോകുന്നില്ല. ഞങ്ങളോട് പുറക്കണമേ എന്ന് ആവർത്തിച്ച് പറയേണ്ട അതിന് തുല്യമാണ് ഈ ആവർത്തിച്ചുള്ള വിളി എന്ന് പറയുന്നത്. അങ്ങനെ കണക്കാക്കാൻ പറ്റുള്ളൂ. എന്തായാലും FCRA ഭേദഗതി ഉറപ്പായി. തീർച്ചയായിട്ടും ആര് കാല് പിടിച്ചാലും എതിർത്താലും, രാഹുൽ ഗാന്ധി അല്ല, ജോർജ് സോറസ് അല്ല, ട്രംപ് അല്ല, ഇനി ആര് കാല് പിടിച്ചാലും ഇന്ത്യ FCRA ഭേദഗതി കൊണ്ടുവന്നിരിക്കും. തീർച്ചയായും കൊണ്ട് JPCക്ക് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ മൺസൂൺ സെഷനിൽ അത് വരണമെന്നില്ല, പക്ഷേ അടുത്ത സെഷനിൽ ഉറപ്പായും വരും. വേറൊരു കാരണം കൂടിയുണ്ട്. നമ്മളിന്ന് രാവിലെ ചർച്ച ചെയ്തിരുന്നു ഭാരത് ലൈവിൽ. ജന്തർ മന്ദറിൽ CJPയുടെ സമരം അതിന് സ്പോൺസർ ചെയ്ത ആൾക്കാർ. അപ്പം അവിടെ എല്ലാം ശരിക്കും ഇപ്പോഴാണ് അതിൻ്റെ കാരണം വരുന്നത്. ഇവർക്കെല്ലാം സ്വന്തമായിട്ട് NGO സംഘടന രാഷ്ട്രീയക്കാരാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ. അതെ. അപ്പോൾ അവരുടെ ഈ സംഘടന കോടിക്കണക്കിന് രൂപയാണ് ഈ വർഷാവർഷം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് നിൽക്കും. നിൽക്കാതിരിക്കണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കണം. ഈ അട്ടിമറിക്ക് വേണ്ടി പണം പമ്പ് ചെയ്തത് ഈ സന്നദ്ധ സംഘടനകളുടെ തലവന്മാർ തന്നെയാണ്. തീർച്ചയായും അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെ മോദി ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഉറപ്പായും. ഒരു സൈഡിൽ കൂടെ തലോടലും ഒരു സൈഡിൽ കൂടി തല്ലും. ഇന്ത്യ അങ്ങനെ തല്ലിയില്ലെങ്കിലും വാക്കുകൾ കൊണ്ടുള്ള കടുത്ത പ്രഹരം അല്ലേ. തീർച്ചയായും വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും തന്നെ വളരെ ശക്തമായ ഒരു രീതിയിലുള്ള പോളിസിയിലൂടെ ശക്തമായ രീതിയിലുള്ള പ്രഹരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും JD വാൻസ്, വൈസ് പ്രസിഡന്റ് JD വാൻസ് വിളിച്ചെന്ന് അനുനയിപ്പിക്കാൻ വേണ്ടിയാകണം അല്ലേ. തീർച്ചയായും അങ്ങനെ ട്രംപ് ഒരിക്കൽ പറഞ്ഞല്ലോ, മോദി വളരെ ടഫ് പേഴ്സണാണ്, നല്ല മനുഷ്യനാണ്, പക്ഷെ വളരെ ടഫാണ്, അനുനയിപ്പിക്കാൻ പാടാണെന്നൊക്കെ ഒരിക്കൽ ട്രംപ് അങ്ങ് തുറന്നങ്ങ് പറഞ്ഞു. പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ മോദിയുടെ അടുത്തേക്ക് ചെല്ലില്ലെങ്കിൽ ആരും ചോദിക്കില്ല, അവിടെ സെനറ്റിൽ ആരും ചോദിക്കില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമായിരുന്നല്ലോ ഈ ഓപ്പറേഷൻ സിന്ദൂർ കോംപ്രമൈസ് ചെയ്ത് ഞാൻ കാരണമാണെന്ന്, എല്ലാം ഞാനാണെന്ന് പറഞ്ഞ് അപ്പോഴെല്ലാം ഭാരതം പറഞ്ഞത് അല്ല, ഞങ്ങൾ തന്നെയാണ്, താങ്കളല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു അല്ലേ. ഒടുവിൽ തെളിവുകൾ സഹിതം കാണിച്ചു കൊടുക്കേണ്ടി വന്നു. JD വാൻസ് അവിടെ പാകിസ്ഥാനിലെ ഇറാനുമായുള്ള സന്ധി സംഭാഷണം ചെന്നിറങ്ങിയപ്പോഴാണല്ലോ അവിടുത്തെ എയർപോർട്ടിൻ്റെ അവസ്ഥയെ കണ്ടത്. നമ്മൾ ബോംബിട്ട് തകർത്ത എയർപോർട്ടിൻ്റെ റൺവേ എല്ലാം അപ്പോഴാണല്ലോ ദൃശ്യങ്ങൾ ലോകം കാണുന്നത്. അപ്പോൾ എന്തായാലും FCRA വിഷയത്തിൽ നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും. യാതൊരു സംശയമുണ്ടാവില്ല അതിൽ.